This time 55% of UDF candidates are young. ഇത്തവണ 55% സ്ഥാനാർത്ഥികളും ചെറുപ്പക്കാരാണ്. And we like balance, so we also have experienced people. നമുക്ക് അനുഭവ സമ്പത്തുള്ള സ്ഥാനാർത്ഥികളുമുണ്ട്. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഈ തവണ പുറത്തിറക്കിയത്. But this mix of young people and experienced people is going to give Kerala a different type of government. ചെറുപ്പക്കാരുടെയും അനുഭവ സമ്പന്നത്തുള്ളവരുടെയും ചേർന്നുള്ള ഈ ലിസ്റ്റ് വിജയിച്ചു വരുമ്പോൾ കേരളത്തിന് ഒരു പുതിയ അനുഭവമാവും ഉണ്ടാവുക. Yesterday I went campaigning for one of the candidates. She was 27 years old. ഇന്നലെ ഞാനൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കാൻ പോയി. അവരുടെ പ്രായം 27 വയസ്സായിരുന്നു. From an extremely poor family. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വരുന്ന സ്ഥാനാർത്ഥിയാണ്. So these young people will have a different impact on the Vidhan Sabha. ചെറുപ്പക്കാർ ജനപ്രതിനിധികളായി വന്നാൽ വ്യത്യസ്തമായ ഒരു അനുഭവമാകും ഉണ്ടാവുക. And we are sending these young people into the Vidhan Sabha because we want to change the way Kerala is governed. ചെറുപ്പക്കാരെ നിയമസഭയിലേക്ക് അയക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിന്റെ അനുഭവത്തിൽ മാറ്റമുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ചിന്ത. And we want to try one or two very big ideas. എന്നിട്ട് ഏതെങ്കിലും സുപ്രധാനമായ ഒന്നോ രണ്ടോ ആശയങ്ങൾ പരീക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. And we want to test them. അത് പരീക്ഷിക്കേണ്ടതുണ്ട്. And if they work in Kerala, then we want to apply them to the rest of the country. അത് കേരളത്തിൽ വിജയപ്രദമാണ് എന്ന് വന്നാൽ അത് രാജ്യത്തേക്ക് വ്യാപിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ ആശയം. If you look at our country today, and especially Kerala, you will find that we cannot get jobs for youngsters. ഇന്ന് നമ്മുടെ രാജ്യത്ത് നോക്കിയാലും വിശേഷിച്ച് കേരളത്തെ നോക്കിയാലും ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. Economy that used to grow at 9-10% is now stuck. സാമ്പത്തിക വളർച്ച 8-9% ഉണ്ടായിരുന്ന നിലയിൽ നമ്മുടെ സമ്പദ്ഘടന വളർന്നിരുന്നുവെങ്കിൽ ഇന്ന് അത് പരിതാപകരമായ അവസ്ഥയിലാണ്. We have a prime minister who keeps going, make in India, make in India, make in India, and now no one listens to him. നമുക്ക് ഒരു പ്രധാനമന്ത്രിയുണ്ട്, നിരന്തരമായി മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിർമ്മിക്കാം, ഇന്ത്യയിൽ നിർമ്മിക്കാം, ഇന്ത്യയിൽ നിർമ്മിക്കാം എന്ന് പറയുന്നത്, എന്നാൽ ഒന്നും സാധിക്കുന്നില്ല. So he's distracting people with new appearances. അതുകൊണ്ട് പുതിയ രൂപഭാവങ്ങളിലൂടെ അദ്ദേഹം ആളുകളുടെ ശ്രദ്ധയെ തെറ്റിക്കുകയാണ്. Bengal election is going on, so he's got a new face. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം പുതിയ ഒരു രൂപഭാവം വരുത്തിയിരിക്കുകയാണ്. Wants to remind Bengal about Rabindranath Tagore. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബംഗാളിന്റെ അഭിമാനമായിരുന്ന രവീന്ദ്രനാഥ ടാഗോറിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ആ മാറ്റം അദ്ദേഹം വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. Basically hollowness. ഇതെല്ലാം കാണിക്കുന്നത് ഉള്ള് ഹോളോ ആണ്, അല്ലെങ്കിൽ ഉള്ള് കാലിയാണ് എന്നതാണ്. No substance. അതിന്റെ അകത്ത് കാമ്പുള്ള ഒന്നുമില്ല. And so I want to tell you what our analysis of the problem is. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, സമീപിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. We feel that the best way to start the economy of Kerala and then India is to put money into people's hands. നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തിന്റെയും കേരളത്തിന്റെയും സമ്പദ്ഘടനയെ പ്രചോദിപ്പിക്കാൻ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തണം എന്നതാണ് നമ്മുടെ ആദ്യത്തെ ആശയം. And our logic is quite simple. എന്നാൽ അതിന്റെ ചിന്ത വളരെ ലളിതമാണ്. We believe that if we put money into people's hands, people will spend that money. നമ്മൾ ചിന്തിക്കുന്നത് ജനങ്ങളുടെ കയ്യിലേക്ക് പണം നൽകിയാൽ ജനങ്ങൾ ആ പണം മാർക്കറ്റിൽ ചെലവഴിക്കും. How will they spend that money? They will buy things, they will do things. അവർ എങ്ങനെയാണ് പണം ചെലവഴിക്കുക? അവർ സാധനങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യും. When they buy things, other people will need to produce those things. അവർ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ, ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം മറ്റുള്ളവർക്കുണ്ടാകും, അത് ഉത്പാദിപ്പിക്കേണ്ടതായി വരും. And when they need to produce those things, they will hire people in their factories to do the work of producing those things. അങ്ങനെ ഉൽപാദനം നടത്തേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി ആളുകളെ ജോലിക്കെടുക്കേണ്ടി വരും. It's like a car. If you don't have fuel in the car,
You can keep turning the key, nothing will happen. അതൊരു ഈ കാറ് പോലെയാണ്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ കീ തിരിച്ചു എന്നുള്ളവർക്കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. So we want to put fuel into the Kerala economy. അതുകൊണ്ട് അതിന് ആ കാറിലേക്ക് ഇന്ധനം ഒഴിക്കേണ്ടതുണ്ട്. അതുപോലെ കേരളത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് നമ്മൾ ഇന്ധനം ഒഴിക്കേണ്ടിയിരിക്കുന്നു. We want to put petrol into the engine. നമ്മൾ ആ കാറിലേക്ക് പെട്രോൾ ഒഴിക്കുന്നത് പോലെ കേരളത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് ഇന്ധനം ഒഴിക്കേണ്ടിയിരിക്കുന്നു. So now you will ask, okay, so how will you put petrol into the engine? How will you put petrol into the economy of Kerala? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ആ കാർ അല്ലെങ്കിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് ഇന്ധനം ഒഴിക്കാൻ പോകുന്നത്? What we are going to do എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. is we are going to take 6,000 rupees a month, 72,000 rupees a year. അതിനുവേണ്ടി മാസം 6,000 രൂപ, വർഷം 72,000 രൂപ ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കും. And we are going to give it to every poor person in Kerala. അത് നമ്മൾ ഈ സംസ്ഥാനത്തെ എല്ലാ പാവപ്പെട്ടവർക്കും കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. Doesn't matter what religion, where you come from, you're going to get 72,000 rupees a year. അതിൽ മതമോ ജാതിയോ പ്രദേശമോ ഒന്നും വ്യവസ്ഥയായിരിക്കില്ല. പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ പണം ലഭ്യമാണ്. There are also a lot of rubber farmers. We are going to give you 250 rupees per kg of rubber. ഞാൻ മനസ്സിലാക്കുന്നു ധാരാളം റബ്ബർ കർഷകരുടെ ഒരു നാടാണ്. റബ്ബർ കർഷകർക്ക് 250 രൂപ മിനിമം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭ്യമാക്കുന്ന സ്ഥിതി ഉണ്ടാകും. Now you think about it. If you imagine all the bank accounts of people in Kerala. Today, there are many people in Kerala who have zero or close to 0 rupees in their bank account. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ അനേകായിരം, ഒരുപക്ഷെ മഹാഭൂരിപക്ഷം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ അവരുടെ അക്കൗണ്ട് 0 ബാലൻസോ അല്ലെങ്കിൽ അതിനോട് അടുത്തോ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. Every time they look at their bank account, they get scared. അവർ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അവർ ഭയചകിതരാകുകയാണ്. They worry about how will they educate their children. അവരുടെ വ്യാകുലത അവരുടെ കുട്ടികൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം നൽകുമെന്ന്. They get scared. What happens if someone I love falls sick? How will I pay for them? അവർ വ്യാകുലപ്പെടുന്നു, ആർക്കെങ്കിലും രോഗം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്. Nyay Yojana will eliminate all that fear. ഇതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന, ഇതിനെയെല്ലാം തുടച്ചു മാറ്റാൻ കഴിയുന്ന ഒരാശയമാണ് ന്യായ് പദ്ധതി എന്ന്. After Nyay, when you look at the bank accounts of Kerala's people, there will be no one who will have no money. ന്യായ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരാളുടെയും ബാങ്ക് ബാലൻസിൽ ഒന്നുമില്ലാത്ത സ്ഥിതി ഉണ്ടാകത്തില്ല. Not a single person will have 0 in their bank account. ഞാൻ പറയുന്നു, കേരളത്തിലെ ഒരാൾക്ക് പോലും ബാങ്കിൽ ഒരു പണവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകില്ല. It will start with 72,000 rupees a year. ഒരു വർഷം 72,000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകും. After that, they can do what they want, but it will start at 72,000 rupees a year. അതിനുശേഷം അവർ അതെന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും വർഷം 72,000 രൂപ കിട്ടുന്ന സ്ഥിതി ഉണ്ടാകും. Chief Minister sitting, imagine he's sitting in a car, he keeps turning the key, nothing happens. മുഖ്യമന്ത്രി കാറിൽ ഇരുന്നു കൊണ്ട് ഓരോ കാര്യം ആലോചിക്കുന്നു, പക്ഷേ ആ കാര്യങ്ങൾ നടപ്പിലാവുന്നില്ല. Because there's no petrol. കാരണം അതിൽ ഇന്ധനമില്ല. ആ കാറിൽ ഇന്ധനമില്ല. He doesn't understand. He keeps turning the key. We keep telling him, put petrol in the car, put petrol in the car. He doesn't want to listen. ആ ഇന്നത്തെ മുഖ്യമന്ത്രി കാറിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് സാധിക്കുന്നില്ല. കാരണം കാറിൽ ഇന്ധനമില്ല. ഇന്ധനം ഒഴിക്കൂ എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാലും അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. UDF Chief Minister is going to come. We are going to do Nyay Yojana. We are going to give 250 rupees for rubber. Chief Minister will sit in the car. He will turn the key and the economy of Kerala will start. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. അങ്ങനെ മുഖ്യമന്ത്രി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ന്യായ് യോജനയിലൂടെയും റബ്ബർ കർഷകർക്ക് 250 രൂപ ഉൽപ്പന്നത്തിന് വില നൽകുന്നതിലൂടെയും അങ്ങനെ ഇന്ധനമൊഴിച്ച് ആ കാർ സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ മുന്നോട്ട് ചലിപ്പിക്കാൻ നമുക്കാകും. And no youngster will be lying in front of the Vidhan Sabha. അങ്ങനെ വരുമ്പോൾ ഈ സംസ്ഥാനത്തെ ഒരു ചെറുപ്പക്കാരനും നിയമസഭയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി നടക്കേണ്ടതായി വരത്തില്ല. Not a single one. ഒരു ചെറുപ്പക്കാരന് പോലും ആ അവസ്ഥ ഉണ്ടാകത്തില്ല. And if youngsters do have a problem, I guarantee you one thing. Unlike the LDF Chief Minister,
the UDF chief minister will go and embrace those boys and speak to them. ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പു തരുന്നു, ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലയിലായിരിക്കില്ല. ആ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്ന് ആ ചെറുപ്പക്കാരെ കേൾക്കാൻ തയ്യാറാണ്. We will never ever allow the future of Kerala to lie in front of the Vidhan Sabha. ഒരു കാരണവശാലും കേരളത്തിന്റെ ഭാവിയായ ചെറുപ്പക്കാർ നിയമസഭയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരവസ്ഥ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരുന്നാൽ ഉണ്ടാകില്ല. Our chief minister would have gone, picked up those boys and said, don't worry, we are going to help you. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ സ്വാതന്ത്ര്യപ്പെടുത്തി അവരെ എഴുപ്പിച്ചു വിട്ട് അവർക്ക് ധൈര്യം പകർന്ന് അവരുടെ വീട്ടിലേക്ക് മടക്കി വിടുമായിരുന്നു. Why should LDF people get those jobs when Keralites, youngsters, young Keralites deserve those jobs? എന്തുകൊണ്ടാണ് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവർക്ക് മാത്രം ജോലി ലഭിക്കുന്നത്? കേരളത്തിലെ സാധാരണ യുവാക്കൾക്ക് ആ ജോലി തൊഴിലവസരം ലഭിക്കണമെന്ന് എനിക്ക് എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാർക്ക് മാത്രം ലഭിക്കുന്നത്? The reason the chief minister is not able to go speak to those boys and girls is because he is scared to face them. മുഖ്യമന്ത്രി ആ ചെറുപ്പക്കാരോട് സംസാരിക്കാൻ തയ്യാറാകാത്ത എന്തുകൊണ്ടാണെന്നാൽ അദ്ദേഹം ഈ ഇടതുപക്ഷക്കാർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. And he's scared to face them because he has taken something away from them. അദ്ദേഹത്തിന് ചെറുപ്പക്കാരെ ഫേസ് ചെയ്യാൻ ഭയമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. Relax. Don't get tense. Thank you. This is a difficult job, not easy job. ഈ പരിഭാഷ എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ജോലിയാണ് എന്നാണ് രാഹുൽജി പറയുന്നത്. So, also, you have seen 3 new farm laws designed to destroy the agricultural system in India. ഇതുകൂടാതെ രാജ്യത്ത് പുതിയ 3 കാർഷിക നിയമങ്ങൾ നിങ്ങൾ കണ്ടു. അത് കാർഷിക മേഖലയെ പാടെ തകർക്കുന്നതാണ്. We believe in the farmers of Kerala. ഞങ്ങൾക്ക് കേരളത്തിന്റെ കർഷകരിൽ വലിയ വിശ്വാസമുണ്ട്. So we are going to give you your own separate budget. അതുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് വേണ്ടി മാത്രമായുള്ള ബഡ്ജറ്റ് ഉണ്ടാകും. Every single thing that we are going to do for you, we are going to tell you in the beginning of the year. കർഷകർക്ക് വേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ പണത്തെക്കുറിച്ചും ഓരോ രൂപയെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പറയും. Every rupee that we are going to spend for you, we are going to tell you in the beginning of the year. ഓരോ രൂപ ചെലവാക്കാൻ പോകുന്ന ഓരോ രൂപയും എങ്ങനെ ചെലവഴിക്കുന്നു, എങ്ങനെ ചെലവഴിക്കാൻ പോകുന്നുവെന്ന് ഞങ്ങൾ കർഷകരോട് ആദ്യമേ പറയും. Because we believe in you. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ കർഷകരിൽ നിങ്ങളിൽ വിശ്വസിക്കുന്നു. I want to conclude with one little anecdote. ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Help me understand the people of Kerala. ഞാൻ കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കട്ടെ. I still don't understand them that well, but it's a start. ഞാൻ കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന അവകാശവാദം എനിക്കില്ല. ഞാൻ കേരളത്തിലെ ജനങ്ങളെ നന്നായി മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I was in the Middle East some years ago. ഞാൻ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. And they invited me to a hospital. അവര് എന്നെ അവിടുത്തെ ഒരു ആശുപത്രി സന്ദർശിക്കാൻ ക്ഷണിച്ചു. Government very proudly invited me to a hospital. അവിടുത്തെ സർക്കാർ വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ ആശുപത്രി കാണാൻ എന്നെ ക്ഷണിച്ചത്. So I saw the hospital, very impressive hospital. വളരെ ഉജ്ജ്വലമായ നിലയിലുള്ള അഭിമാനകരമായ ഒരു ആശുപത്രിയാണ് ഞാൻ അവിടെ കണ്ടത്. High technology, all the machines, very clean, expensive, very impressive. വളരെ ശുദ്ധിയുള്ളതും വളരെ ആധുനികമായ മിഷനറികളുള്ളതും എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ മികച്ച ഒരു ആശുപത്രിയായിരുന്നു അത്. Nice garden in front of the hospital. We sat down after the visit. ആ ആശുപത്രിക്ക് മുമ്പിൽ നല്ല ഉദ്യാനം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഭംഗി പിടിപ്പിച്ച എല്ലാ നിലയിലും നല്ല ആകർഷണീയമായ ഒരു ആശുപത്രിയായിരുന്നു. So I said to them, you are running a fantastic hospital. What is the secret of your success? അപ്പോൾ ഞാൻ അതിൽ വളരെ ആകർഷകനായി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു മികച്ച ആശുപത്രി ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇതിങ്ങനെ ഇത്ര മികച്ചതാക്കി ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്? I was expecting he'll say we have very high technology machines. ഞാൻ പ്രതീക്ഷിച്ചു അവർ പറയും, ഞങ്ങൾക്ക് ലോകത്തെ ഏറ്റവും അത്യാധുനികമായ ചികിത്സാ സൗകര്യങ്ങളുള്ള മിഷനറികളുണ്ട് എന്ന് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. We understand the medical business. We have a good strategy. ഞങ്ങൾക്ക് ഈ ആരോഗ്യ മേഖലയിലെ വ്യവസായത്തെ കുറിച്ച് നന്നായി അറിയാം. ഞങ്ങൾക്ക് അതിനുവേണ്ട എല്ലാ സ്ട്രാറ്റജിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഏറ്റവും മികച്ച ആശുപത്രി ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു.
And he answers me, he says, the secret of our success, Kerala nurses. അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ആശുപത്രിയുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരാണ് എന്ന് പറഞ്ഞു. So I said, what is so special about these Kerala nurses? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കേരളത്തിൽ നിന്ന് നേഴ്സുമാർക്ക് ഇത്ര പ്രത്യേകത? You can get nurses from many states in India. You can get nurses from other countries. Why Kerala? നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ നേഴ്സുമാരെന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഒന്നുകിൽ കേരളത്തിന് പുറത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ നേഴ്സുമാരെ കിട്ടുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് കേരളത്തിലെ നേഴ്സുമാരെന്ന് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. He looks at me and says, Mr. Gandhi, Kerala nurses understand the suffering of the patients best. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാർക്ക് ആളുകളുടെ പ്രയാസം, വേദന അത് നന്നായി അറിയാൻ കഴിയും. He says, I don't know what it is, but our patients, they love Kerala nurses. എനിക്കറിയില്ല എന്തുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ഇവിടെ വരുന്ന രോഗികൾ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ അത്ര ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് കാണുന്നത്. Because these nurses look after them like they are their own family. കാരണം അവർ അവരെ ശുശ്രൂഷിക്കുന്നത്, അവരെ നോക്കുന്നത് സ്വന്തം മക്കളെ പോലെയാണ്. So that is the spirit of this land. അതാണ് ഈ നാടിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. Kerala nurse does not say, which religion are you from? കേരളത്തിൽ നിന്ന് നേഴ്സുമാർ നിങ്ങൾ ഏത് ജാതിയാണ്, ഏത് മതമാണ് എന്ന് ചോദിക്കില്ല. She does not say, where do you come from? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കില്ല. She does not say, are you a man or a woman? നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കത്തില്ല. She does not say, are you old, are you young? നിങ്ങൾ പ്രായമുള്ളവനാണോ ചുവാവാണോ എന്ന് ചോദിക്കത്തില്ല. Are you poor, are you rich? നിങ്ങൾ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്ന് ചോദിക്കത്തില്ല. She says, you are suffering, I am here to help you. അവർ പറയും, നിങ്ങൾക്ക് വേദനയുണ്ട്, പ്രയാസമുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ, ശുശ്രൂഷിക്കാൻ ഞാനുണ്ട് എന്ന് പറയും. This is the spirit of your state, and this is what Kerala teaches the rest of India. അതാണ് കേരളത്തിന്റെ ആത്മാവ്, കേരളത്തിന്റെ ശൈലി എന്ന് പറയുന്നത്. അതാണ് കേരളം രാജ്യത്തെയും ലോകത്തെയും പഠിപ്പിച്ചിരിക്കുന്നത്. And this is the type of government that we should be running. ഇങ്ങനെയുള്ള ഒരു സർക്കാരാണ് ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. Government that is empathetic, government that listens to people, government that understands that people are in difficulty, people are suffering. ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വേദനയും പ്രയാസവും പരാധീനതയും മനസ്സിലാക്കാനും അവരോട് ഐക്യപ്പെടാനും കഴിയുന്ന ഒരു സർക്കാരായിരിക്കണം ഉണ്ടാകേണ്ടത്. Government that does not differentiate between our organization and others. ഒരു സർക്കാർ അവരവരുടെ ആളുകൾ സ്വജനപക്ഷപാതത്തിന്റെ രീതിയിൽ ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടേതല്ലാത്ത ആളുകൾ എന്ന നിലയിൽ ചിന്തിക്കുന്ന ഗവൺമെന്റ് അല്ല ഉണ്ടാകേണ്ടത്. Government that understands the suffering and the pain of everybody. എല്ലാവരുടെയും വേദനയും പ്രയാസവും ഒരു വ്യത്യാസവുമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന സർക്കാരാണ് ഉണ്ടാകേണ്ടത്. And I'm confident that the UDF government will have the empathy, will have the sensitivity to run such a government. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിൽ ജനങ്ങളെ ഒന്നായി കാണാനും അവരോട് എല്ലാവരോടും ഒരുപോലുള്ള സഹതാപവും സ്നേഹവും കാണിക്കാനും കഴിയുന്ന ഒരു സർക്കാരാണ് ഉണ്ടാവുക. And I'm confident that Matthew here is going to be one of the people who is going to bring these type of ideas to the Viধাnsabha. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, മാത്യു ആ നിലയ്ക്ക് ഈ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന്. And our second candidate, Shibbu, is going to do the same. ഷിബു അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. So I want you to support them fully and send them to the Viधाnsabha. അവർക്ക് എല്ലാ പിന്തുണയും നൽകി നിങ്ങൾ അവരെ നിയമസഭയിലേക്ക് അയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. And I want Kerala to make an example to the rest of the country to start the Kerala economy using Nyaya. കേരളം ലോകത്തിനും രാജ്യത്തിനും ഒരു ഉദാഹരണമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വെളിച്ചം കാണിക്കാൻ കഴിയണം. ന്യായ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ രാജ്യത്തിന് വെളിച്ചം കാണിക്കാൻ കേരളത്തിന് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Nyaya is going to erase poverty from this land. ന്യായ എന്ന പദ്ധതി ഈ സംസ്ഥാനത്തിന്റെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ തുടച്ചു മാറ്റാനുള്ളതായിരിക്കും. Don't underestimate the revolutionary nature of this step. ഈ ന്യായ പദ്ധതിയുടെ വിപ്ലവകരമായ സാധ്യതകളെ നിങ്ങൾ ആരും കുറച്ചു കാണേണ്ട. And it will help fire up the economy and bring jobs to our youngsters. ഈ ന്യായ പദ്ധതി കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഇന്ധനവും ഊർജവും പകരും. അത് വലിയ മാറ്റങ്ങൾ